ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ്. ഫസ്റ്റ് ഇവിടെ ഇൻകം ടാക്സ് റിട്ടേൺ എന്താന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ടാക്സ് രണ്ട് ടൈപ്പ് ടാക്സ് ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സും പിന്നെ ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകത്തിന്റെ മുകളിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്ന ടാക്സ് ആണ്. എക്സാമ്പിൾ ഇൻകം ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ്സോ സർവീസസോ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ ഇൻഡയറക്ട്ലി ചാർജ് ചെയ്തിട്ടുള്ള ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പിന്നെ ഏതൊരു പേഴ്സണും ഒരു സ്പെസിഫൈഡ് ലിമിറ്റിന്റെ മുകളിലായിട്ട് ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിൽ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഇവിടെ ഇൻകംസ് എന്ന് പറയുന്നത് സാലറി ഇൻകം ആവാം, ഇൻട്രസ്റ്റ് ഇൻകം ഫോർ സേവിങ്സ് ആവാം, ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്സ് ആവാം, സെയിൽ ഓഫ് പ്രോപ്പർട്ടി ഓർ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകംസ് ആവാം. ഈ ഇൻകം ടാക്സ് റേറ്റ്സ് എന്ന് പറയുന്നത് എവറി ഇയറിൽ എല്ലാ ഫിനാൻഷ്യൽ ഇയറിൽ യൂണിയൻ ബഡ്ജറ്റിൽ ഡിസൈഡ് ചെയ്തിട്ടുള്ളതായിരിക്കും ഇൻകം ടാക്സ് റേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ടാക്സ് ഇൻകത്തിന്റെ മുകളിൽ പേ ചെയ്യുന്ന ടാക്സ്, ഡിഡക്ട് ചെയ്യുന്ന ടാക്സ്, ഇതൊക്കെയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇനി ഇ ഫയലിംഗ് ഇൻകം ടാക്സ്, അതായത് ഇൻകം ടാക്സ് റിട്ടേൺസ് ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യുന്നതിനെയാണ് ഇ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഏർലിയർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലൊക്കെ വിസിറ്റ് ചെയ്തിട്ട് വേണമായിരുന്നു ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി വൈ ഇ ഫയൽ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഒന്ന്, എനിവർ എനി ടൈം ഇ ഫയൽ, ഏതൊരു പ്ലേസിൽ വെച്ചും ഏതൊരു ടൈമിലും നമുക്ക് ഇ ഫയൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഈസി ആണ്, ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്. പിന്നെ ഇമ്മീഡിയറ്റ് അക്നോളജ്മെന്റ്, പെട്ടെന്ന് അംഗീകരിക്കപ്പെടും. പിന്നെ ഫാസ്റ്റർ റീഫണ്ട്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ 24/7 ഓൺലൈൻ സർവീസസ്. പിന്നെ വാല്യൂ ആഡഡ് സർവീസസ്, അതായത് റീഫണ്ട്സ് ട്രാക്ക് ചെയ്യാം, അതേപോലെ തന്നെ ഫോം 26AS വ്യൂ ചെയ്യുക. ഇനി എന്തെങ്കിലും അവിടെ പ്രോസസ്സിംഗ് സ്റ്റാറ്റസ് വല്ലതും നമുക്ക് SMS അലേർട്ടായിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ അലേർട്ടായിട്ടോ ലഭിക്കും. പിന്നെ അവിടെ ഒരു ഡെഡിക്കേറ്റഡ് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ആക്സസീസിന് വല്ല ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സിൽ ഒരു 4 ഒബ്ജക്റ്റീവ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ടാക്സ് പേയേഴ്സിന്, ടാക്സ് ഡിഡക്ടേഴ്സിന്, ടാക്സ് പ്രൊഫഷണൽസിന്, അതർ ഏജൻസീസിന്, പിന്നെ ഓതറൈസ്ഡ് ഇൻ്റർമീഡിയറ്റ്സിനൊക്കെ റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാനും അത് വേറെ ഫോംസ് സബ്മിറ്റ് ചെയ്യാനും ഈ ഇ ഫയലിംഗ് മെത്തേഡ് വളരെ ഈസി ആൻഡ് സിമ്പിൾ ആണ്. കാരണം അവർക്ക് ഏതൊരു പ്ലേസിൽ ഏതൊരു ടൈമിലും ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ പറയുന്ന ടാക്സ് പേയേഴ്സിന് ടെക്നോളജിക്കലി ആൻഡ് ഓതൻറ്റിക്കേറ്റഡ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺഫിഡൻഷ്യാലിറ്റിയും സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരിക്കും. തേർഡ് പറയുന്നത് റിട്ടേൺ പ്രിപ്പറേഷൻ്റെ കേസിൽ, പേയ്മെൻറ്റ്സിൻ്റെ കേസിൽ, അസസ്മെൻറ്റ് കേസിൽ, റീഫണ്ട് ക്രെഡിറ്റിംഗ് കേസിലൊക്കെ അവിടെ ഒരു ഓട്ടോമേറ്റഡ് എൻഡ് ടു എൻഡ് പ്രോസസ്സാണ്. അതായത് ബിഗിനിങ് ടു എൻഡ് വരെ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ ഉള്ളത്. പിന്നെ പറയുന്നത് ഇത് എന്താണ് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഇൻ്റർനെറ്റ് ബേസ്ഡ് സൊല്യൂഷൻസ് ആണ് ടാക്സ് പേയേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഇൻ്റർനെറ്റ് ബേസ്ഡ് സൊല്യൂഷൻസ് ആണ് ടാക്സ് പേയേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടാക്സ് പേയേഴ്സിന് അവരുടെ ടാക്സ് ബേർഡൻ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി മെത്തേഡ്സ് ഓഫ് ഇ ഫയലിംഗ് ആണ്. 3 ways ആണ് ഇ ഫയലിംഗ്, അതായത് റിട്ടേൺസ് ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യാൻ ഇവിടെ 3 ബേസിക് വേസ് ആണുള്ളത്. ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്തിട്ട് ഇ ഫയൽ ചെയ്യുക എന്നാണ്. അതായത് ഇവിടെ ഈ DSC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഇലക്ട്രോണിക്കലി സൈൻ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ പേപ്പർ സർട്ടിഫിക്കറ്റ്സിന് ഇക്വലൻ്റ് ആണ് ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഓപ്ഷനിൽ പറയുന്നത് DSC യൂസ് ചെയ്യാതെ ഇ ഫയൽ ചെയ്യുന്നതാണ്. ഇവിടെ ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫിക്കേഷൻ ITRV ഫോം ജനറേറ്റ് ചെയ്യണം. അതൊരു 1 പേജ് ഡോക്യുമെൻ്റ് ആണ്. പിന്നെ ഇൻ കേസ് ആധാർ ഡീറ്റെയിൽസ് ഇൻകം ടാക്സ് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ITRV ഫോം പ്രിന്റ് ചെയ്തിട്ട് സൈൻ ചെയ്തിട്ട് അത് സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർ ബാംഗ്ലൂരിലേക്ക് പോസ്റ്റ് ചെയ്യണം. അതും ഇ ഫയൽ ചെയ്ത് തൊട്ടുള്ള 120 ഡേയ്സിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യേണ്ടത്. ഇനി തേർഡ് ഓപ്ഷൻ പറയുന്നതും DSC യൂസ് ചെയ്യാതെ ഇൻകം ടാക്സ് റിട്ടേൺ ഇ ഫയൽ ചെയ്യുന്നതാണ്. ഇവിടെ ആധാർ നമ്പർ യൂസ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യും, അല്ലെങ്കിൽ ബാങ്കിലൂടെ വെരിഫൈ ചെയ്യും. ഈ ഒരു കേസിൽ സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർ ബാംഗ്ലൂരിലേക്ക് ITRV ഫോം സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ്, വൈ ഷുഡ് യു ഫയൽ ആൻ ഇൻകം ടാക്സ് റിട്ടേൺ? എന്തിനാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്? ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ മെയിൻലി ഫയൽ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു ഇയറിലുള്ള നമ്മുടെ ഇൻകം ഏൺ ചെയ്തത് എത്രയാണെന്ന് അറിയാം, നമ്മുടെ ടാക്സ് പേ ചെയ്തത് എത്രയാണെന്നൊക്കെ അറിയാനുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഇൻകം ടാക്സ് റിട്ടേൺസിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഏർലിയറിൽ പറയുമ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിസിറ്റ് ചെയ്തിട്ടൊക്കെ വേണമായിരുന്നു ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. അതായത് നമുക്ക് ഓൺലൈനായിട്ട്
ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇൻ കേസ് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലേ ആവുകയോ ചെയ്താൽ അവിടെ ഒരു മാക്സിമം 10,000 പെനാൽറ്റി ഉണ്ടായിരിക്കും. അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് ഇ ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺസ് ആണ്. ഇൻകം ടാക്സ് റിട്ടേൺസിന്റെ ഇ ഫയലിംഗ് ബെനിഫിറ്റ്സ് ആണ്. ഫസ്റ്റ്, ട്രാക്കിംഗ് ദ സ്റ്റാറ്റസ്. അതായത് സ്റ്റാറ്റസ് ഒക്കെ ഓൺലൈനായിട്ട് ട്രാക്ക് ചെയ്യാം. ITR ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ് ഇ ഫയൽ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽസിന് സ്റ്റാറ്റസ് ഓൺലൈനായിട്ട് ട്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ടൈം സേവിങ്സ് ആണ്. ഏർലിയർ ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു, കാരണം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണമെങ്കിൽ പോസ്റ്റൽ വഴി സെൻഡ് ചെയ്യണമായിരുന്നു. സെക്കൻഡ്, പ്രോസസ്സിംഗ് ഓഫ് റീഫണ്ട്. അതായത് റീഫണ്ട് ഒക്കെ നമുക്ക് പെട്ടെന്ന് ലഭിക്കും. ഇൻഡിവിജ്വൽസ് ITR ഇ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട്സ് ഒക്കെ പെട്ടെന്ന് ക്വിക്കർ ആൻഡ് ഈസി ആയിട്ട് ലഭിക്കും. ടൈം സേവിംഗ് ആണ്, ടൈം കൺസ്യൂമിംഗ് അല്ല. പിന്നെ റിഡക്ഷൻ ഓഫ് എറേഴ്സ്. ഈ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അവിടെ എറർ ഉണ്ടാവുക എന്നുള്ളത് കോമൺ ആണ്. ഇനി ITR ഇ ഫയൽ ചെയ്യുന്ന കേസിൽ സിസ്റ്റമാണ് ഇവിടെ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എറേഴ്സ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എറർ ഉള്ള ചാൻസ് അവിടെ റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്. ഇനി വെരിഫിക്കേഷൻ, അതായത് ITR ഫയൽസ് നമുക്ക് ഓൺലൈനായിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഏർലിയർ അത് സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർ ബാംഗ്ലൂരിലേക്ക് സെൻഡ് ചെയ്തിട്ട് വേണമായിരുന്നു വെരിഫൈ ചെയ്യാൻ. ഇപ്പോൾ അത് ഓൺലൈനായിട്ട് ചെയ്യാം. പിന്നെ കൺവീനിയൻറ്റ്, അതായത് ഇൻഡിവിജ്വൽസിന് ഇത് യൂസ് ചെയ്യാൻ ഈസിയാണ്, അതേപോലെ ഇത് ടൈം സേവ് ചെയ്യുന്നതുമാണ്. പിന്നെ ആക്സസ് ടു ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മൾ ITR ഫയൽ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും ഓൺലൈനായിട്ട്. അതൊക്കെ പിന്നീട് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. പക്ഷെ മാനുവൽ പ്രോസസ്സിങ്ങിൻ്റെ കേസിൽ ഈ ഒരു ബെനിഫിറ്റ് ലഭിക്കില്ലായിരുന്നു. പിന്നെ കമ്പൈലേഷൻ ഓഫ് റെക്കോർഡ്സ്, അതായത് ITR ഫയൽ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് ഫോംസും മറ്റും ഫില്ല് ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷേ ഈ ITR ഇ ഫയലിംഗ് ചെയ്യുമ്പോൾ ആ ഒരു കോംപ്ലക്സിറ്റി അവിടെ റിമൂവ് ചെയ്യും. കാരണം നമ്മൾ ഡാറ്റാസ് ഇനീഷ്യൽ പ്രോസസ്സ് തന്നെ ഒരുപാട് ഡാറ്റാസ് എൻ്റർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നീട് ഓട്ടോ പോപ്പുലേറ്റഡ് ആവും. പിന്നെ കോസ്റ്റ് എഫിഷ്യൻറ്റ്, അതായത് ITR റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഫഷണലിനെ ഹയർ ചെയ്യേണ്ട ആവശ്യം വരുമായിരുന്നു മാനുവലായിട്ട് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾ ഓൺലൈനായി ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഫഷണലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു കോസ്റ്റ് സേവ് ചെയ്യുക. പിന്നെ റെസിപ്റ്റ് ഓഫ് പ്രൂഫ്, അതായത് ITR ഇ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിന് ഒരു പ്രൂഫായിട്ട് റെസിപ്റ്റ് ലഭിക്കും. അത് അവരുടെ ഇമെയിലിലേക്കായിരിക്കും സെൻഡ് ചെയ്യുക. പിന്നെ ഇലക്ട്രോണിക് ബാങ്കിങ്ങിൽ എന്തെങ്കിലും പേയ്മെൻറ്റ്സ് നമുക്ക് നടത്താനുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീഫണ്ട്സ് എന്തെങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ്ങിൽ അത് ഈസിയാണ്. അപ്പോൾ ഇത്രയാണ് ഇ ഫയലിംഗ് ITRൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി പ്രോസസ് ഓഫ് ഇ ഫയലിംഗ് ആണ്. ഓൺലൈൻ ഇ ഫയലിംഗ് പ്രോസസ്സ് ഉണ്ട്, ഓഫ്ലൈൻ ഇ ഫയലിംഗ് പ്രോസസ്സ് ഉണ്ട്. ഓൺലൈൻ ഇ ഫയലിംഗ് പ്രോസസ്സിൽ ഒരു 6 സ്റ്റെപ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഇ ഫയലിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. അതിൽ ഇ ഫയൽസിൽ പോയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺസ് എടുക്കുക. സെക്കൻഡ് പറയുന്നത് അസസ്മെൻറ്റ് ഇയർ, ITR ഫോം നെയിം, സബ്മിഷൻ മോഡ് സെലക്ട് ചെയ്യുക. തേർഡ് പറയുന്നത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള വെരിഫിക്കേഷൻ മോഡ് സെലക്ട് ചെയ്യുക. ഇൻ കേസ് അവിടെ വെരിഫിക്കേഷൻ ഓപ്ഷൻ അവൈലബിൾ അല്ലെങ്കിൽ സെൻഡിങ് ITR V to CPC എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫോർത്ത് പറയുന്നത് ആപ്ലിക്കബിൾ ഫീൽഡ്സ് ഫില്ല് ചെയ്യുക ITRൽ. ഫിഫ്ത്ത് പറയുന്നത് അവിടെ ഒരു ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് അല്ലെങ്കിൽ OTP പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അത് ITR വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർ ചെയ്യുക. അല്ലെങ്കിൽ ITR V സൈൻ ചെയ്തിട്ട് CPCക്ക്, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർക്ക് സെൻഡ് ചെയ്യുക, വെരിഫിക്കേഷന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ അവിടെ ഇ ഫയലിംഗ് ഓഫ് ITR കംപ്ലീറ്റ് ആയി. ഇനി ഓഫ്ലൈൻ ഇ ഫയലിംഗ് പ്രോസസ്സാണ്. ഓഫ്ലൈൻ ഇ ഫയലിംഗ് പ്രോസസ്സിൽ ആദ്യം പറയുന്നത് ആപ്ലിക്കബിൾ ITR Excel ഓർ ജാവ യൂട്ടിലിറ്റി ഫോം ഇ ഫയലിംഗ് പോർട്ടലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. സെക്കൻഡ് പറയുന്നത് ആപ്ലിക്കബിൾ ഫീൽഡ്സ് ഒക്കെ ഫില്ല് ചെയ്യുക. ITR യൂട്ടിലിറ്റിയിലെ ആപ്ലിക്കബിൾ ഫീൽഡ്സ് ഒക്കെ ഫില്ല് ചെയ്യുക, എന്നിട്ടൊരു XML ഫയൽ ജനറേറ്റ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് പറയുന്നത് ഇ ഫയലിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക, എന്നിട്ട് ഇ ഫയൽസ് പോയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺസ് എടുക്കുക. ഫോർത്തിൽ പറയുന്നത് അസസ്മെൻറ്റ് ഇയർ, ITR ഫോം നെയിം ആൻഡ് സബ്മിഷൻ മോഡ് സെലക്ട് ചെയ്യുക. ഫിഫ്ത്ത് പറയുന്നത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള വെരിഫിക്കേഷൻ മോഡ് സെലക്ട് ചെയ്യുക. അവിടെ വെരിഫിക്കേഷൻ ഓപ്ഷൻസ് അവൈലബിൾ അല്ലെങ്കിൽ സെൻഡിങ് ITR V to CPC സെലക്ട് ചെയ്യുക. സിക്സ്ത് പറയുന്നത് നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത XML ഫയൽ അപ്ലോഡ് ചെയ്യുക. സെവൻത്ത് ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് അല്ലെങ്കിൽ OTP ITRൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ സൈൻഡ് ആയിട്ടുള്ള ITR V
CPC-യിലേക്ക് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞാൽ ഫയലിംഗ് ഓഫ് ITR അവിടെ കംപ്ലീറ്റ് ആയി. അടുത്തത് ഡോക്യുമെന്റ്സ് റിക്വയർ ഫോർ ടാക്സ് ഫയലിംഗ്. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ 3 കേസസ് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഇൻഡിവിജ്വൽസ് ITR ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാൻ വിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ആണ്. ഒന്ന് പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഓഫ് ദി ഇൻഡിവിജ്വൽസിന്റെ പാൻ നമ്പർ. സെക്കൻഡ് ആധാർ നമ്പർ ഓഫ് ദി ഇൻഡിവിജ്വൽസ്. ആ ആധാർ നമ്പർ പാനുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. പിന്നെ പറയുന്നത് ഇൻഡിവിജ്വൽസിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അതിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബാങ്ക് ബ്രാഞ്ച് ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് കേസ് പറയുന്നത് സാലറീൻ്റെ റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന കേസിലാണ് പറയുന്നത്. അവിടെ ഫോം 16 പ്രൊഡ്യൂസ് ചെയ്യണം. ഫോം 16 എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറിയിൽ നിന്നും ടാക്സ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഫോം 16 എന്ന് പറയുന്നത്. അവിടെ ഹൗസ് റെന്റ് അലവൻസ് വല്ലതും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റെന്റ് സ്ലിപ്പും പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ സാലറി സ്ലിപ്പും പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി അടുത്ത കേസ് പറയുന്നത് ഏതെങ്കിലും ഇൻഡിവിജ്വൽസ് ഡിഡക്ഷന് വേണ്ടി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ആണ്. ഒന്ന് പ്രൂഫ് ഓഫ് ഇൻകം, അതായത് ക്യാപിറ്റൽ ഗെയിൻ ഇൻകം, ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൻ്റെ ഒക്കെ ഒരു പ്രൂഫ്. പിന്നെ പറയുന്നത് എനി ഡീറ്റെയിൽസ് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ആർ ലയബിൾ ഫോർ ഡിഡക്ഷൻ. പിന്നെ ഹോം ലോൺ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ്. പിന്നെ ഡിപ്പോസിറ്റ് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ്സ്. ഇത്ര ഡോക്യുമെന്റ്സ് ആണ് ITR ഫയൽ ചെയ്യുന്ന കേസിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അടുത്തത് ഇൻകം ടാക്സ് ഫയലിംഗ് ഡ്യൂ ഡേറ്റ്സ് ആണ്. ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്സ് ആണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു എല്ലാ കാറ്റഗറി ഓഫ് ടാക്സ് പേയേഴ്സും ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ടാക്സ് പേയേഴ്സും അവരുടെ ഡ്യൂ ഡേറ്റ്സും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ കാറ്റഗറി ഓഫ് ടാക്സ് പേയേഴ്സ് ഇൻഡിവിജ്വൽ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബിസിനസ്സസ് റിക്വയറിംഗ് ഓഡിറ്റ്, ബിസിനസ്സസ് റിക്വയറിംഗ് TB റിപ്പോർട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാറ്റഗറി ഓഫ് ടാക്സ് പേയേഴ്സ്. ഇത്രയും കാറ്റഗറി ഓഫ് ടാക്സ് പേയേഴ്സിൻ്റെ ഡെഡ് ലൈൻ ഫോർ ഫയലിംഗ് ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് November 30, 2020 ആണ്. നെക്സ്റ്റ് പെനാൽറ്റി ഫോർ ലേറ്റ് ഇൻകം ടാക്സ് ഫയലിംഗ്. നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ലേറ്റ് ആയി പോയുള്ള കേസാണ് പറയുന്നത്. ഈ ഒരു കേസിൽ ഇൻ കേസ് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ മിസ്സാവുകയോ അല്ലെങ്കിൽ ലേറ്റ് ആവുകയോ ചെയ്താൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ് പെനാൽറ്റി ഇമ്പോസ് ചെയ്യുക. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം പെനാൽറ്റി എന്ന് പറയുന്നത് 10,000 രൂപയാണ്. 10,000 രൂപയാണ് മാക്സിമം പെനാൽറ്റി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ലേറ്റ് ഫയലിംഗ് പെനാൽറ്റി അണ്ടർ സെക്ഷൻ 234F. ഫയലിംഗ് ഡേറ്റ് ഇൻകം ബിലോ ₹5 lakh, ഇൻകം എബോവ് ₹5 lakh. അപ്പോൾ അപ് ടു 31st July ഇൻകം ബിലോ 5 lakhൻ്റെ കേസിലും ഇൻകം എബോവ് 5 lakhൻ്റെ കേസിലും 0 ആണ്. ഇനി ബിറ്റ്വീൻ 1st August to 31st December ബിലോ 5 lakh 1,000 rupees-ഉം എബോവ് 5 lakh 5,000-ഉം. ബിറ്റ്വീൻ 1st January to 31st March ബിലോ 5 lakh 1,000-ഉം എബോവ് 5 lakh 10,000-ഉം. ഇനി നെക്സ്റ്റ് കോൺസിക്വൻസസ് ഓഫ് ലേറ്റ് ഫയലിംഗ് ഓഫ് ടാക്സ്. അതായത് നമ്മൾ ടാക്സ് റിട്ടേൺസ് ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്താൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ആണ്. പെനാൽറ്റിക്ക് പുറമെ വരുന്ന കോൺസിക്വൻസസ് ആണ്. ഇവിടെ 3 കോൺസിക്വൻസസ് ആണ് പറയുന്നത്. Less time to revise your return, incur interest on the delay of filing ITR, delayed refunds. ലെസ് ടൈം ടു റിവൈസ് യുവർ റിട്ടേണിൽ പറയുന്നത് ഏർലിയറിൽ ടാക്സ് പേയേഴ്സിന് 2 വർഷം വരെ ടൈം കിട്ടുമായിരുന്നു. എന്തെങ്കിലും ITRൽ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്യാനും റീസബ്മിറ്റ് ചെയ്യാനും. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് ആ അസസ്മെൻറ്റ് ഇയർ എൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് വേണം. മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ. സെക്കൻഡ് പറയുന്നത് ഇൻക്വയർ ഇൻട്രസ്റ്റ് ഓൺ ദ ഡിലേ ഓഫ് ഫയലിംഗ് ITR. സെക്ഷൻ 234A പ്രകാരം ITR ഫയൽ ചെയ്യാൻ ഡിലേ ആവുന്ന കേസിൽ 1% per month ഇൻട്രസ്റ്റ് ആയിരിക്കും പേ ചെയ്യേണ്ടി വരിക. നെക്സ്റ്റ് ഡിലേഡ് റീഫണ്ട്സ്. അതായത് ഇവിടെ നമ്മൾ ITR ഫയൽ ചെയ്യാൻ ഡിലേ ആയി കഴിഞ്ഞാൽ
നമുക്ക് കിട്ടാനുള്ള റീഫണ്ട്സും ഡിലേ ആയിരിക്കും. അതാ പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇൻകം ടാക്സ് ഫോർ NRI, നോൺ റെസിഡന്റ് ഇന്ത്യൻ. ഇൻകം ടാക്സ് ഫോർ നോൺ റെസിഡന്റ് ഇന്ത്യൻ. നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നോൺ റെസിഡന്റ് ഇന്ത്യൻ പറയുന്നത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കാം, ആ ഒരു പേഴ്സൺ ഇന്ത്യൻ ഒറിജിനും ആയിരിക്കും. ഇന്ത്യൻ സിറ്റിസണുമാണ്, ആ ഒരു പേഴ്സൺ ഒരു ഇന്ത്യൻ ഒറിജിനും ആയിരിക്കാം. പക്ഷേ ആ ഒരു പേഴ്സൺ ഇന്ത്യയിലായിരിക്കില്ല റിസൈഡ് ചെയ്യുന്നത്. ഇന്ത്യൻ സിറ്റിസൺ ആവാം, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഒറിജിൻ ആവാം, പക്ഷേ ഇന്ത്യയിലല്ല റിസൈഡ് ചെയ്യുന്നത്. ഇതാണ് നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്ന് പറയുന്നത്. ഈ നോൺ റെസിഡന്റ് ഇന്ത്യനെ ഗവേൺ ചെയ്യുന്ന രണ്ട് ആക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ഇൻകം ടാക്സ് ആക്ട് 1961 പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് മാനേജ്മെന്റ് ആക്ട് 1999 ഫെമ. ഈ രണ്ട് ആക്ട്സിന്റെ കേസിലും നോൺ റെസിഡന്റ് ഇന്ത്യനെ ഡിഫൈൻ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ ഫെമ ആക്ട് റെലവെൻ്റ് അല്ല. ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 ആണ് റെലവെൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ പാരൻസിൽ ആരെങ്കിലും ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കും, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഗ്രാൻഡ് പാരൻസിൽ ആരെങ്കിലും അൺഡിവൈഡഡ് ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കും. ഇതാണ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഹൗ ടു ഡിറ്റർമൈൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. എങ്ങനെയാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാൻ? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ രണ്ട് ബേസിക് കണ്ടീഷൻസ് പറയുന്നുണ്ട്, റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് അറിയാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് ഇന്ത്യയിൽ 182 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. സെക്കൻഡ് കേസ് പറയുന്നത് 60 ഡേയ്സ് ഓർ മോർ ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ. അതേപോലെ 365 ഡേയ്സ്, അതായത് ഫോർ പ്രീവിയസ് ഇയറിലായിട്ട് 365 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് 182 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. സെക്കൻഡ് കേസ് പറയുന്നത് 60 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതേപോലെ ഫോർ പ്രീവിയസ് ഇയറിലായിട്ട് 365 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു റെസിഡൻ്റ് ആണ്. ഇനി ഈ ഒരു 60 ഡേയ്സിൻ്റെ കേസിൽ വരുന്ന രണ്ട് എക്സെംഷൻസ് ആണ് പറയുന്നത്. ഒന്ന് പറയുന്നത് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലായിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസൺ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇന്ത്യൻ ഷിപ്പിലെ ഒരു ക്രൂ മെമ്പർ ആണെങ്കിലോ, പിന്നെ പറയുന്നത് ആ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുന്നത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിലോ, അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ സിറ്റിസൺ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ മാത്രം ഇന്ത്യയിൽ ഒരു വിസിറ്റിന് മാത്രമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന കേസിലോ ആണെങ്കിൽ ഈ 60 ഡേയ്സ് അല്ല ആപ്ലിക്കബിൾ ആവുക. അവിടെ അവർ 182 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ എന്ന കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അവർ റെസിഡൻ്റ് ആവുള്ളൂ. നെക്സ്റ്റ്, ഡു NRIs ഹാവ് ടു പേ ടാക്സസ് ഇൻ ഇന്ത്യ? NRIs ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യണോ? അതെ, NRIs ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യണം. അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷമാണ് അവരുടെ ടാക്സബിൾ ഇൻകത്തിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുക. ഇനി ഇവിടെ റെസിഡൻറ്റ് ഇൻഡിവിജ്വലിൻ്റെ കേസിലും നോൺ റെസിഡൻറ്റ് ഇൻഡിവിജ്വലിൻ്റെ കേസിലും അവർക്ക് പേ ആവുന്ന ടാക്സിൻ്റെ കേസാണ് പറയുന്നത്. ഒന്ന്, റെസിഡൻറ്റ് ഇൻഡിവിജ്വലിൻ്റെ കേസിൽ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകം ആവട്ടെ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകം ആവട്ടെ, റെസിഡൻറ്റിൻ്റെ കേസിൽ രണ്ട് കേസിലായാലും അവർ ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യണം. ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്യുന്നതായാലും ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്യുന്നതായാലും ടാക്സ് പേ ചെയ്യണം. പിന്നെ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ്റെ കേസിലാവുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്ത ഇൻകത്തിൻ്റെ മുകളിൽ മാത്രം ടാക്സ് പേ ചെയ്താൽ മതി. പുറത്തുനിന്ന് അബ്രോഡിൽ നിന്ന് ഏൺ ചെയ്ത ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് പേ ചെയ്യണ്ട. നെക്സ്റ്റ്, വാട്ട് ഈസ് ഇൻകം ഏൺഡ് ഓർ അക്രൂഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏൺ ചെയ്ത അല്ലെങ്കിൽ അക്രൂ ചെയ്യുന്ന ഇൻകംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സോഴ്സ് ഓഫ് ഇൻകം ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സച്ച് ഇൻകംസ് തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അക്രൂ ഓർ ഏൺ ചെയ്യുന്ന കുറച്ച് ഇൻകത്തിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പറയുന്നത് ഇനി സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യുന്ന എന്തെങ്കിലും സാലറി. പിന്നെ സെക്കൻഡ് പറയുന്നത് ഇന്ത്യയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്തതിന് റിസീവ് ചെയ്യുന്ന സാലറി.
തേർഡ് പറയുന്നത് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്ത പ്രോപ്പർട്ടിയിൽ നിന്ന് റിസീവ് ചെയ്യുന്ന റെൻ്റൽ ഇൻകം. ഫോർത്ത് പറയുന്നത് ഇന്ത്യയിലുള്ള പ്രോപ്പർട്ടി ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ബേസിൽ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ. പിന്നെ പറയുന്നത് എനി ഇൻകം ഫ്രം ഡിപ്പോസിറ്റ് ഇൻ ഇന്ത്യ സച്ച് ആസ് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡിപ്പോസിറ്റ്. പിന്നെ സിക്സ്ത് പറഞ്ഞ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും റിസീവ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഇൻകം ഏൺഡ് ഓർ അക്രൂഡ് ഇൻ ഇന്ത്യൻ്റെ കേസിൽ വരുന്ന കുറച്ച് ഇൻകംസ്. ഇനി നെക്സ്റ്റ്, വിച്ച് ഇൻകം ആർ ടാക്സബിൾ ഫോർ NRI ഇൻ ഇന്ത്യ. അപ്പോൾ എൻ ആർ ഐക്ക് ടാക്സബിൾ ആവുന്ന ഇൻകത്തിൻ്റെ കേസാണ് പറയുന്നത്. ഫസ്റ്റ് ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം സാലറിയിൽ രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. സിറ്റുവേഷൻ എയിൽ പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ, അതായത് NRIക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും എന്തെങ്കിലും സാലറി റിസീവ് ചെയ്യുകയും അത് അവരുടെ ഇന്ത്യൻ അക്കൗണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ആവുന്ന കേസിൽ, അല്ലെങ്കിൽ ഈ NRIൻ്റെ ബിഹാഫിൽ വേറൊരാൾ ഈ ഒരു സാലറി റിസീവ് ചെയ്യുന്ന കേസിൽ ആ ഒരു സാലറി ഇൻകം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. സെക്കൻഡ് പറയുന്നത് സിറ്റുവേഷൻ ബി പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഏൺഡ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്തത് കൊണ്ട് ഏൺ ചെയ്യുന്ന ആ ഒരു ഇൻകത്തിൻ്റെ മുകളിലും ടാക്സബിൾ ആണ്. ആ ഒരു സാലറി NRI ഏൺ ചെയ്യുന്ന ആ സാലറി ഇൻകം ടാക്സബിൾ ആണ് ഇന്ത്യയിൽ. ഇനി നെക്സ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. Any income from a property which is situated in India, either rented or lying vacant, is taxable income for an NRI. അതായത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും NRIക്ക് എന്തെങ്കിലും ഇൻകം റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇൻകത്തിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആണ്. an NRI like resident is allowed കാൽക്കുലേഷൻ ആണ്. ടാക്സബിൾ ഇത് ഹൗസ് പ്രോപ്പർട്ടീൻ്റെ കേസിൽ വരുന്ന കാൽക്കുലേഷൻ ആണ്. ഫസ്റ്റ് എ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് 30%, പിന്നെ പ്രോപ്പർട്ടി ടാക്സ് ഡിഡക്റ്റ് ചെയ്യുക, പിന്നെ ടു ടേക്ക് ബെനിഫിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ഇഫ് ദർ ഈസ് എ ഹോം ലോൺ, പിന്നെ പറഞ്ഞ ടു ക്ലെയിം പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. പിന്നെ ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ചാർജസ് ഒക്കെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അണ്ടർ സെക്ഷൻ 80C പ്രകാരം ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇത്രയാണ് NRIൻ്റെ കേസിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന കാൽക്കുലേഷൻസ്. പിന്നെ പറയുന്ന ഒരു നോട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഇൻ കേസ് ഒരു റെസിഡൻറ്റ് നോൺ റെസിഡൻറ്റ് ഇന്ത്യന് റെൻറ്റ് പേ ചെയ്യേണ്ടി വന്നാൽ അവിടെ 30% TDS ഡിഡക്റ്റ് ചെയ്യണം. ആ മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് 30% TDS ഡിഡക്റ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു പേഴ്സൺ നോൺ റെസിഡൻറ്റിന് പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഫോം 15CA ആൻഡ് ഫോം 15CB ഓൺലൈനായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ഇൻകം സോഴ്സ് Indian sourced income in the form of interest on fixed deposit and savings account is taxable in India. അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്നോ സേവിങ്സ് അക്കൗണ്ട്സിൽ നിന്നോ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. അതായത് ഇൻട്രസ്റ്റ് ഇൻകം റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. അതേപോലെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ NRE, നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ ആൻഡ് FCNR ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട് ഈസ് ടാക്സ് ഫ്രീ. അതായത് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ടിൽ നിന്നോ FCNR അക്കൗണ്ടിൽ നിന്നോ റിസീവ് ചെയ്യുന്ന ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ടാക്സ് ഫ്രീ ആണ്. അതായത് ടാക്സ് പേ ചെയ്യേണ്ട. പിന്നെ പറയുന്നത് വേരിയസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ NRO നോൺ റെസിഡൻറ്റ് ഓർഡിനറി റുപ്പി അക്കൗണ്ട് ഈസ് ഫുള്ളി ടാക്സബിൾ. അതായത് NRO അക്കൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. നെക്സ്റ്റ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്. അതായത് ഇന്ത്യയിലുള്ള എന്തെങ്കിലും അസറ്റോ പ്രോപ്പർട്ടീസോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്. അതേപോലെ ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇൻ ഷെയർ സെക്യൂരിറ്റീസ് ഷാൽ ഓൾസോ ബി ടാക്സബിൾ ഇൻ ഇന്ത്യ. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടെങ്കിൽ, ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്ന വല്ല ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടെങ്കിൽ അതും ടാക്സബിൾ ആണ്.
പിന്നെ പറയുന്നത് ഇഫ് യു സെൽ എ ക്യാപിറ്റൽ അസറ്റ് ബീയിങ് എ ഹൗസ് പ്രോപ്പർട്ടി. എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ്, അതായത് ഇപ്പോൾ ഒരു ഹൗസ് പ്രോപ്പർട്ടി ആവട്ടെ, അത് നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ TDS of 20% is applicable on long term capital gains. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കേസിൽ 20% TDS ഉം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കേസിൽ 30% TDS ആയിരിക്കും. പിന്നെ ദ ബയർ ഈവൻ ഇഫ് ഹി ഈസ് ആൻ ഇൻഡിവിജ്വൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിഡക്റ്റിംഗ് ടാക്സ് അറ്റ് സോഴ്സ് ആൻഡ് പേയിങ് ഇറ്റ് ടു ദി ഗവൺമെൻറ്. ബയർ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ പോലും ആ ഒരു ടാക്സ് സോഴ്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനും ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാനും റെസ്പോൺസിബിൾ ആണ്. സിൻസ് ദ വൺ ഓഫ് ഡിഡക്റ്റിംഗ് ടാക്സ് ഓൺ പേയ്മെൻറ്റ് മെയ്ഡ് ടു നോൺ റെസിഡൻറ്റ് ഈസ് ഓൺ ദി ബയർ, ഹി മസ്റ്റ് ഗെറ്റ് എ ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ. അതായത് ഇനി ബയർ ഒരു നോൺ റെസിഡൻറ്റിന് പേയ്മെൻറ്റ്സ് കൊടുക്കുന്ന കേസിലാണ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ബയർ അവിടെ ടാക്സ് ഡിഡക്റ്റഡ് അക്കൗണ്ട് നമ്പർ അക്വയർ ചെയ്യണം. അതേപോലെ ഒരു TDS സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യണം. പിന്നെ പറയുന്നത് ലൈക്ക് റെസിഡൻസ് ഈവൻ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ആർ അലൗഡ് ടു ക്ലെയിം എക്സംഷൻസ് അണ്ടർ സെക്ഷൻ 54, സെക്ഷൻ 54EC ആൻഡ് സെക്ഷൻ 54F ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഫ്രം സെയിൽ ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി. അതായത് റെസിഡൻസിനെ പോലെ തന്നെ നോൺ റെസിഡൻസിനും നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനും എക്സംഷൻസ് ഉണ്ട്. സെക്ഷൻ 54, സെക്ഷൻ 54EC, സെക്ഷൻ 54F പ്രകാരമുള്ള എക്സംഷൻസ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനും ഉണ്ട്. നെക്സ്റ്റ് ഡിഡക്ഷൻസ് അവൈലബിൾ ടു NRI. NRIസിന് അവൈലബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ആണ്. അതിവിടെ ഡിഡക്ഷൻ അലൗവബിൾ ഡിഡക്ഷൻ തന്നിട്ടുണ്ട്, ഡിഡക്ഷൻ നോട്ട് അലൗഡ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡിഡക്ഷൻ അലൗഡിൽ സെക്ഷൻ 8, ആദ്യം ഡിഡക്ഷൻസ് അലൗഡ് നോക്കാം. സെക്ഷൻ 80Cയിൽ LIC പ്രീമിയം, ട്യൂഷൻ ഫീസ്, പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് ഓഫ് ഹോം ലോൺസ്, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാന്, ഇക്വിറ്റി ലിങ്ക്ഡ് ടാക്സ് സേവിംഗ് സ്കീം. പിന്നെ സെക്ഷൻ 80Dയിൽ പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ്, സെക്ഷൻ 80Eയിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ എഡ്യൂക്കേഷൻ ലോൺ, സെക്ഷൻ 80Gയിൽ പേയ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് എലിജിബിൾ ഡൊണേഷൻ. പിന്നെ സെക്ഷൻ 80TTAയിൽ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇത്രയും അലൗ ചെയ്തിട്ടുള്ള ഡിഡക്ഷൻസ് ആണ്. ഇനി നെക്സ്റ്റ് ഡിസലൗ ചെയ്തിട്ടുള്ള ഡിഡക്ഷൻസ് നോക്കാം. അതായത് ഫസ്റ്റ് സെക്ഷൻ 80C, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്സ്, പോസ്റ്റ് ഓഫീസ് 5-year ഡെപ്പോസിറ്റ് സ്കീം, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. പിന്നെ സെക്ഷൻ 80CCG, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിംഗ് സ്കീം. സെക്ഷൻ 80DD, ഡിഡക്ഷൻ ഫോർ മെയിൻ്റെനൻസ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ഹാൻഡിക്യാപ്ഡ് as defined under the section. Section 80DDB, deduction for medical treatment of dependent handicapped as certified by a prescribed specialist. പിന്നെ section 80U, deduction allowed to a taxpayer who himself suffers from disability. അപ്പോൾ ഇതൊക്കെയാണ് NRIൻ്റെ കേസിൽ ഡിഡക്ഷൻ അലൗ ചെയ്തതും ഡിഡക്ഷൻ അലൗ ചെയ്യാത്തതും.